ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ചോദ്യം ശരിക്കും മനസ്സിലായിട്ടില്ലെന്നോ? ഞാൻ ചോദിച്ചത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് വല്ല തെളിവും ഉദ്ധരിക്കാനാണ് പറഞ്ഞത്. അതിനെന്തോ മൊഴിയത്തിന്റെ അതിന്റെ കുത്തുബിയത്തിൽ നിങ്ങൾ അങ്ങനല്ലേ പറയുന്നത്? ഒന്നുണ്ടാക്കി വന്നിട്ട് മുതലേസിനെയും കുട്ടികളെ എല്ലാവരും കൂടി ഒരു ഒഴിഞ്ഞ റൂമിലും നിർത്തിയിട്ട് പരിസരത്തെ ലൈറ്റൊക്കെ നിർത്തിയിട്ട് എന്നിട്ട് അയാൾക്കും തുറക്കരുത്. എന്തെങ്കിലും നബിനെ വിളിച്ചാൽ അതല്ലേ ഖുർആനിൽ ഇപ്പൊ നിങ്ങൾ മായിദ സൂറത്തിന്റെ 52-ാമത്തെ ആയത്ത് ഓതിയിട്ട് നിങ്ങൾ എന്തേ ആദ്യം പറഞ്ഞേ? തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ നിങ്ങൾ സഹായിക്കുന്നത് നിക്കായിന്റെ അവസരത്തിൽ ആ വലിയനെ വിളിക്കുന്ന പറഞ്ഞാൽ അയാൾ എന്താ ഉള്ളത്? നിങ്ങൾ വലിയ എന്താ നിങ്ങൾ ഈ ജനങ്ങളെ സാധുക്കൾ എന്തിനാണ് പൊട്ടത്തരത്തിൽ പെടുത്തുന്നത്? ഈ ആകൂല നാഥനെ അറിയുക നാളെയുടെ രക്ഷയ്ക്കെന്ന മഹത്തായ പ്രമേയവുമായി ഞങ്ങളിത് ഒരുങ്ങിക്കഴിഞ്ഞു. ഭൂരികളുടെ സകല അബദ്ധജടിലമായ വാദങ്ങളും ഇൻഷാ അല്ലാഹ് കോഴിക്കോട് വെച്ച് നടക്കുന്ന സമാപന സംഗമത്തിൽ തകർന്നടിയാൻ പോവുകയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരും കൂടി ഒരു റൂമിൽ എത്തിയിട്ട് എന്നിട്ട് ഒന്നുണ്ടാക്കി വന്ന് 12 കാലത്ത് നിസ്കരിച്ചിട്ട് ആ ശേഷം മൊഴിയദ്ദീൻ അബ്ദുൽ ഖാദർ എന്നിട്ട് അവസാനത്തിൽ മലയാളത്തിൽ ഒരു ഒലിപ്പിച്ച പറയുണ്ടാവും. ആണ് കരഞ്ഞ് വീട്ടിട്ട് മൊഴിയദ്ദീൻ ശേഖർ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലാന്ന് പറഞ്ഞു. എന്തെങ്കിലും നബിനായിരം വട്ടം വിളിച്ചാല് അല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാനോട് ചോദിച്ചാല് എന്തിനാണ് ഈ മൊഴിയദ്ദീൻ ശേഖനെ വിളിക്കുന്നത്? പ്രസക്തമായ ചോദ്യം. ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ വലിയുടെ അർത്ഥം സഹായി എന്നാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് ആളുകളെ വിഡ്ഢിയാക്കുകയാണ്. കാരണം നമ്മൾ നിക്കാഹിന് വലിയത് പറയാറുണ്ട്. അപ്പൊ ആ വലിയുടെ അർത്ഥം സഹായി എന്നാണോ? അതല്ല കൈ കൊടുക്കുന്ന ആള് എന്നല്ലേ അർത്ഥം? അപ്പൊ ഇന്നമാ വലിയുക്കുമുള്ളാഹു എന്ന് പറഞ്ഞിടത്തും ആ വലിയുടെ അർത്ഥം അത്രയൊക്കെ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അതിന് ഞാൻ ആദ്യം മറുപടി പറയാം. ഖുർആൻ ഇന്നമാ വലിയുക്കുമുള്ളാഹു എന്ന് പറയുന്ന ഈ ആയത്തിൽ നിക്കാഹിന്റെ വലിയ ആരാണ് അല്ല എന്ന വിഷയമല്ല അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 12-ാമത്തെ വാല്യം 25-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചത് കാണാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞിടത്തുള്ള വലിയ എന്ന് പറഞ്ഞാൽ കുല്ലുമൻ അൻസഫ വതറക തഅസ്സുബ വതഅമ്മല ഫീ മുഖദ്ദമിൽ ആയത്തി വഫീ മുഅഖരിഹാ ഖതഅ ബിഅന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുക്കുമുല്ലാഹ് ഇത് ലൈസ ഇല്ലാ ബിമാനൻ നാസിരി വൽ മുഹിബ്ബി. ഇമാം റാസിയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവാണ്, ആർക്കും തർക്കമില്ല. എന്താ പറഞ്ഞത്? കുല്ലുമൻ അൻസഫ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരഹൾ തറക്കത്തകസുബ പക്ഷപാതം വെടിയുകയും വേണം. മുജാഹിദിന്റെ മാതിരി ഒരു പക്ഷത്തിൽ നിന്ന് സംസാരിക്കരുത്. തറക്കത്തകസുബ പക്ഷപാതം ഉപേക്ഷിക്കുകയും ചെയ്തു. ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും ആദ്യ ഭാഗവും അവസാന ഭാഗവും ചിന്തിക്കുകയും ചെയ്താൽ കഥ അവൻ തറപ്പിച്ച് ഉറപ്പിച്ച് കറപ്പിച്ച് പറയും അന്നൽ വലിയ ഇന്നമാ വലിയുക്കുമുള്ളാഹ ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞിടത്തുള്ള വലിയ എന്നതിന്റെ അർത്ഥം ലൈസ ഇല്ലാ ബിമാനൻ നാസിരി വൽ മുഹിബ്ബി. ഇത് ഇമാം റാഹത്തി പറയാം. ആ വലിയ എന്നതിന്റെ അർത്ഥം സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ലാതെ അല്ലേ അല്ല. പറയുന്നത് ആരാ? ഇമാം റാഹത്തിയാണ്. ഇമാം റാഹി മുജാഹിദും താമസിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ജീവിച്ച ആളാണല്ലോ. ഇത് 606 വഫാത്തായ മഹാപണ്ഡിതനാണ്. ഇമാം റാഹി റഹിമഹുള്ള ഏകദേശം 800-900 വർഷം മുമ്പ് വിരചിച്ച തന്റെ വിശ്രുതമായ തഫ്സീറിലാണ് ഈ പറയുന്നത്. അപ്പൊ ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ വലിയുടെ അർത്ഥം സഹായിയാണ് എന്ന് വെച്ചത് ഞങ്ങളുടെ സ്വന്തം വകയല്ല. റാസി ഉൾപ്പെടെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകൾ അവരുടെ അനുയായികളെ നോക്കി, കഥയില്ലാത്തവരെ നോക്കി അവർക്കെന്തും പറയാനോ, അവർക്ക് എന്തറിയാം. പക്ഷെ ഖുർആൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ നോക്കൂ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, തഫ്സീറുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേതാണെന്നറിയോ? ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ. 1986 ജൂലൈ ലക്കത്തിൽ ഇറങ്ങിയ അൽമനാർ ഇന്നമാ വലിയുക്കുമുള്ള ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ സഹായിയും സംരക്ഷകനും അല്ലാഹുവും അവന്റെ ദൂതനും വിശ്വാസികളുമാകുന്നു. എന്താ പറഞ്ഞത്? തീർച്ചയായും നിങ്ങളുടെ സഹായിയും
പുതിയ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുമ്പോ കൈ കൊടുക്കുന്ന സഹായി അല്ലാത്ത വലിയല്ലത്. ഈ വലിയ അർത്ഥം എന്താ? സഹായി. അപ്പൊ ഞങ്ങളെ സ്വന്തം വകയല്ല, സുന്നികളുടെ സ്വന്തം പോലെ പോക്കറ്റിൽ നിർത്ത അർത്ഥമല്ല. ഇത് മുജാഹിദിന്റെ മുഖപത്രമാണ്. സംശയമുള്ളവர்கள் നോയിക്കോളി. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ നോയിക്കോളി, തിരിച്ചു തന്നാൽ മതി. തിരിച്ചു തരാതെ ഓടുന്നത് പണ്ടൊരു മുജാഹിദ് കാറ്റിയ മതി. അപ്പൊ എന്താണ് നിങ്ങൾ ആ വലിയ നിങ്ങളുടെ സഹായി? ഇത് മുജാഹിദിന്റെ അർത്ഥം. ഖുർആൻ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും പ്രബോധനത്തിൽ പറഞ്ഞു എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ അതും എടുക്കാം. നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ കടപ്പുറത്തെ ആൾക്കാരാണല്ലോ. അപ്പൊ അതോടൊപ്പം ആൾക്കാരെ ഞാൻ അൽമനഹ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പൊ ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ സഹായി അള്ളാഹു ആകുന്നു, റസൂലുഹു അള്ളാഹുവിന്റെ റസൂലുമാകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച സഹായിയാകുന്നു. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ. വല്ലദീന ആമനു, സത്യവിശ്വാസികളുമാകുന്നു. ഈമാനിൽ കമാൽ പ്രാപിച്ച നാം അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന സത്യവിശ്വാസികളുമാകുന്നു. അവരും നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് 400ഓളം സഹാബികളെ നേരിൽ കണ്ട് ഇസ്ലാം പഠിച്ച മഹാനായ താബിഈകളുടെ നേതാവ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹിജ്റ 110 വഫാത്തായ മഹാപണ്ഡിതനാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മു സലമ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നു വളർന്ന മഹാനായ താബിഈകളുടെ നേതാവ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വലാഹിറു ഖൗലിഹി വല്ലദീന ആമനു ഉമൂമു മൻ ആമന മൻ മവാ മിൻഹും വമൻ ബഖിയ. വിശ്വാസികൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, ഉമൂമു മൻ ആമന മൻ മവാ മിൻഹും വമൻ ബഖിയ. ആ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയ മഹാന്മാക്കളും അവരും നിങ്ങളെ സഹായിക്കും. ഇത് ഞങ്ങളെ പോക്കറ്റ് നിർത്തതല്ല. തഫ്സീർ അബൂ ഹയ്യാൻ ബഹറുൽ മുഹീത്ത് അതിന്റെ 3-ാമത്തെ വാല്യം 513-ാമത്തെ പേജിൽ നമുക്ക് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. തഫ്സീർ ഇബ്നുൽ ജൗസിയുടെ സാദുൽ മസീറിന്റെ 2-ാമത്തെ വാല്യം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളെ സ്വന്തം വകയല്ല. അപ്പൊ മരിച്ചുപോയ മഹാന്മാക്കൾ നിങ്ങളെ സഹായിക്കും, അവരോട് സഹായം ചോദിക്കാം. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചെന്താ? അതിങ്ങനെ പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളുടെ സഹായിയാകുന്നു. അള്ളാഹുവിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. റസൂലുഹു, റസൂൽ നിങ്ങളുടെ സഹായിയാകുന്നു. റസൂലിനോട് സഹായം ചോദിക്കാം. വല്ലദീന ആമനു, സത്യവിശ്വാസികൾ നിങ്ങളുടെ സഹായിയാകുന്നു. ആ സത്യവിശ്വാസികളോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത് പറഞ്ഞ് അവസാനം അതിനുശേഷം അള്ളാഹു തന്നെ പറയുന്നു, വമൻ യതവല്ലല്ലാഹ വറസൂലഹു, വമൻ യതവല്ലല്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനും റസൂലിനെയും സഹായിയാക്കിയാൽ, വല്ലദീന ആമനു, സത്യവിശ്വാസികളെയും സഹായിയാക്കിയാൽ, ഫഇന്ന ഹിസ്ബല്ലാഹ്, അവർ അള്ളാഹുവിന്റെ പാർട്ടിയാകുന്നു. അവർ മുശ്രിക്കാകുന്നു, കടപ്പുറത്ത് പോകുന്നവരാകുന്നു എന്നല്ല പറഞ്ഞത്. എന്താ പറയുന്നത്? ഫഇന്ന ഹിസ്ബല്ലാഹ്, അവർ അള്ളാഹുവിന്റെ പാർട്ടിയാകുന്നു. അലാ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവരാണ് വിജയികൾ. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 55, 56 സൂക്തങ്ങളിലായി വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ മഹാന്മാക്കളോട്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ്. ഖുർആനൊക്കെ കാണിച്ചു തന്നതാണ്. അതൊന്നും ചോദ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഖുർആൻ തന്നെ നമ്മെ ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ ഈ മൊയ്യദ്ദീൻ ശേഖരനെ തന്നെ വിളിക്കുന്നില്ല, റസൂലുള്ളാഹിനെ വിളിച്ചൂടെ? വിളിക്കുന്ന ആൾക്കാർ ഞങ്ങൾ തീരുമാനിച്ചു ആരെ വിളിക്കേണ്ടത്, ആരെ വിളിക്കാത്തത്. നിങ്ങളെ വിഷയപ്പതല്ല. ഞങ്ങളെ ഈ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ആഭ്യന്തര വിഷയത്തിൽ നിങ്ങളെന്തിനാണ് അന്യരാളായി ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആദ്യം വിളിക്കാൻ പറ്റുമോ പറ്റൂല എന്നാണ് നമ്മളെ ചർച്ച. അത് തീരുമാനമായാൽ പിന്നെ വിളിക്കേണ്ടത് ആരെയും പിന്നെ തീരുമാനിക്കാം. ഞങ്ങളെല്ലാവരും വിളിക്കാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഞാൻ നിങ്ങൾ കേട്ടില്ലേ, ഞാൻ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടാത്ത പറഞ്ഞത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി വഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. ഞങ്ങളെല്ലാവരും
എപ്പോഴും വിളിക്കാറില്ല. പിന്നെ ഞങ്ങളെ പരിപാടിയിൽ മങ്കൂസഭാവിനെ വിളിച്ചു തുടങ്ങിയ റസൂലിനെ വിളിക്കല്ലേ ഞങ്ങളെ പരിപാടി. വിളിക്കുന്നതിന് റസൂലുള്ളാഹിനെ വിളിക്കുന്നതിന് ഞങ്ങളതേ മുൻപന്തിയിൽ നിങ്ങളല്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, വിളിക്കാൻ പറ്റുമോ അത് ചെയ്തവൻ മുശ്രിക്കാവോ? 1000 വട്ടം മുശ്രിക്ക്, 10,000 വട്ടം കാഫിർ, അങ്ങനെ കുഫ്റ് ശിർക്ക് എന്നത് ഹോൾസെയിലായും റീറ്റെയിലായും നൽകുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ആണോ ഉള്ളത്? അതല്ല അത് തൗഹീദാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊരു തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് വിളിക്കേണ്ടതായത് പിന്നെ തീരുമാനിക്കാം. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എല്ലാവരെയും വിളിക്കാം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ആരാധന അത് അല്ലാഹുവിനെ മാത്രമേ പറ്റുകയുള്ളൂ. ഞങ്ങൾ ആരും ഇവർക്ക് ആരാധിക്കുന്നില്ല.